ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊല്ലം, കണ്ണൂർ എന്നീ ജില്ലകൾക്കായി നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ 30 മിനിറ്റാണ്. മാക്സിമം മാർക്സ് 100 മാർക്കാണ് അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഇറാൻ, ഓപ്ഷൻ ബി മാലിദ്വീപ്, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഏതാണ് റൈറ്റ് ആൻസർ? ഏതായിരിക്കും റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി മാലിദ്വീപാണ്. ഓക്കെ, അപ്പൊ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ആദ്യത്തെ നോക്കാം അല്ലെ, നമുക്കിത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അപ്പം ഇതിൽ ഏതാണ് സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണ്? VP മേനോൻ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, VP മേനോനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ബ്രസൽസ്, ഓപ്ഷൻ സി ബെർലിൻ, ഓപ്ഷൻ ഡി ജനീവ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ബ്രസൽസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ. ആദ്യം നോക്കി. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം ശ്രീ നാരായണ ഗുരു, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഇതിൽ ശരിയായവയാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. എപ്പോഴും തെറ്റായവയാണ് PSC കൂടുതലും ചോദിക്കാറ്. ഭാഗ്യത്തിന് ഇപ്പോൾ ശരിയായവ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. സമത്വ സമാജം അയ്യങ്കാളി, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. നോക്കിക്കേ, ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് അല്ലെ. 2 ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. അതുപോലെ തന്നെ ഏതാണ്? 4 യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കിക്കേ. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. മൂന്നാമത്തെ നോക്കിയേ. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. നാലാമത്തെ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ആദ്യത്തെ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. ഒന്നാമത്തെ മാത്രം. അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്, അത് മാത്രമാണ് ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ നോക്കിക്കേ. ഞാനാണ് രാഷ്ട്രം ലൂയി 11. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചൂടെ? മേരി ആൻറ്റോയിനെറ്റ് ആണ് കേട്ടോ. മേരി ആൻറ്റോയിനെറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദിച്ചത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം, അതായത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 തന്നെയാണ്. മൂന്നാമത്തെ, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? മേരി ആൻറ്റോയിനെറ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഗോദാവരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം: പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഓപ്ഷൻസ് നോക്കിയേ. പാരീസ്, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി ന്യൂയോർക്ക്, ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് ആണ്.
പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഗ്രീൻവിച്ചിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് അല്ലെ. അടുത്ത ചോദ്യം നോക്കിക്കേ, 9ാമത്തെ ചോദ്യമാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? കടന്നു പോകാത്ത സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ത്രിപുര. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഒഡീഷയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം അത് ഒഡീഷയാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തെക്കു കിഴക്കൻ ഏഷ്യ, ഓപ്ഷൻ ബി വടക്കേ അമേരിക്ക, ഓപ്ഷൻ സി തെക്കേ അമേരിക്ക, ഓപ്ഷൻ ഡി ആഫ്രിക്ക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, തെക്കേ അമേരിക്കയാണ്. 11ാമത്തെ ചോദ്യം. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് എന്താണ്? കാൽബൈശാഖിയാണോ, ലൂ ആണോ, വാണിജ്യക്കാറ്റുകളാണോ, മുകളിൽ രിക്കുന്നവയിൽ ഒന്നുമല്ലേ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂ ആണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ലൂ എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, തൃശ്ശൂരാണ്. ഓക്കെ, അപ്പോൾ വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലൂ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഓക്കെ. ഉൽപാദനത്തിനും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്. ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വമാണ്. ഓക്കെ, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. സാമ്പത്തിക പരിഷ്കരണാന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, അതായത് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് നോക്കുക. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ്. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, അതുപോലെ തന്നെ രണ്ടാമത്തെ കുറഞ്ഞ വേതന നിരക്ക്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്, കണ്ടോ, ശരിയല്ലാത്തതാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്, ഓപ്ഷൻ സി വ്യവസായികവൽക്കരണത്തിന്റെ അടിത്തറ, ഓപ്ഷൻ ഡി പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. അടുത്ത 17ാമത്തെ ചോദ്യം. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണെന്നാണ് ചോദ്യം. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വളർത്തുക, യുവ സംരംഭകർക്ക് സാമ്പത്തികമായും സാങ്കേതികമായും സഹായം നൽകുക, ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കൗമാരപ്രായത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. കണ്ടോ, ഉൾപ്പെടാത്ത, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSC ക്ലാസ്സിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉൾപ്പെടാത്ത കാര്യങ്ങളാണ് എപ്പോഴും ചോദിക്കുന്നത് അല്ലേ. ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ഓക്കെ, 19ാമത്തെ ചോദ്യം. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി എന്താണ് ലക്ഷ്യമിടുന്നത്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര ലക്ഷ്യമിടുന്നത്. 20ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദി അബോവ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ്. അടുത്തത് 21ാമത്തെ ചോദ്യം. മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം അല്ലെ. വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു, അതുപോലെ തന്നെ ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് 22ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് കാര്യങ്ങൾ? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഓൺലി 2 and 3. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു.
അസംബ്ലിയെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്നിവയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ എ നോക്കിക്കേ, ഓൾ ഓഫ് ദ എബവ് ആണ്. ബി ഓൺലി 1 and 3 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3. മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം ശരിയാണ്, അതുപോലെ തന്നെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവും ശരിയാണ്. 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതാണ് 25ാമത്തെ ചോദ്യം. ഓക്കെ, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം അതിൽ ഉൾപ്പെടുന്നില്ല എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പഠിക്കണം. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. ഓൺലി 1 and 2 ആണ്. അതായത് അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാൻ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. റൈറ്റ് ആൻസർ ഓൺലി 1 and 3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതാണ് ചോദ്യം 28ാമത്തെ അല്ലേ. ആദ്യത്തെ നോക്കിയേ, കുറേ അധികം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണുള്ളത് അല്ലേ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. 2 and 3, 1 and 3, 1 and 2, ഓൾ ഓഫ് ദ എബവ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ് ആണ്. എല്ലാം ഇതിൽ ശരിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇതെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് 1, 2, 3. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓൺലി 1 and 2, 3 തെറ്റാണ് അല്ലെ. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂൾ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഓൺലി 1 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കുറേ അധികം ശരിയായ പ്രസ്താവനകളാണ് വന്നിരിക്കുന്നത് അല്ലെ. ഏതൊക്കെയാണ്? ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഓൾ ഓഫ് ദ എബവ് ആണ്. അതായത് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവും ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടർ ചുമതല വഹിക്കുന്നതെന്നെല്ലാം എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. അടുത്തത് ഏതാണ്? മന്ത്രിസഭയെ ഗവർണർ മന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അത് രണ്ടും ശരിയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. തെറ്റാണ്. സോ റൈറ്റ് ആൻസർ 1 and 2, ഡി ആണ് റൈറ്റ് ആൻസർ 1 and 2. അടുത്തത് 33ാമത്തെ ചോദ്യം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിലെ തലവൻ ഗവർണറാണ്. ഏതാണ് റൈറ്റ് ആൻസർ? 1 and 3 ആണ്. റൈറ്റ് ആൻസർ 1 and 3 ആണ്. ഓക്കെ,
അടുത്ത ചോദ്യം 34-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളായി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീര താപനില നിയന്ത്രിക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ശരീര താപനില നിയന്ത്രിക്കുക. 35-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് തന്നെയാണ് അല്ലേ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 36-ാമത്തെ ചോദ്യം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് പോലും ആവശ്യമില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. 37-ാമത്തെ ചോദ്യം. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഏതിനെയാണ്? അപൂരിത കൊഴുപ്പിനെയാണ് നമ്മൾ ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്താണ്? ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പാണ്. പൂരിത കൊഴുപ്പ്, ട്രാൻസ് കൊഴുപ്പ്, അതുപോലെ. ഓക്കെ, അടുത്തത് 38-ാമത്തെ ചോദ്യം അല്ലേ. ജനിതക എഡിറ്റിംഗ് സാങ്കേതികമായ ക്രിസ്പർ Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഏത് മേഖലയിലാണ്? ക്യാൻസർ ചികിത്സയിലാണ്. റൈറ്റ് ആൻസർ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ക്യാൻസർ ചികിത്സയാണ്. ഇനി 39-ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഓപ്ഷൻ എ നോക്കാം, ഫെമോറൽ ധമനി. ഓപ്ഷൻ ബി കരോട്ടിഡ് ധമനി. ഓപ്ഷൻ സി അയോട്ട. ഓപ്ഷൻ ഡി വീന കവർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അയോട്ടയാണ്. ഓക്കെ, 40-ാമത്തെ ചോദ്യം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? അനോഫിലിസ്, ഈഡിസ് ഈജിപ്തി. ഓപ്ഷൻ സി നോക്കിക്കേ, ഓപ്ഷൻ സി എന്താണ്? ക്യൂലെക്സ്. ഓപ്ഷൻ ഡി ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തിയാണ്. ഓക്കെ, അടുത്തത് 41-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്വിറ്റ്സർലൻഡ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ചൈനയല്ല, ഇന്ത്യയല്ല, അമേരിക്കയല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 42-ാമത്തെ ചോദ്യം. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാപ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ഏതാണ്? 1ഉം 3ഉം ആണ് കേട്ടോ. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. ശരിയാവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. അടുത്ത ചോദ്യം 43-ാമത്തെ ചോദ്യം. എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു, അതായത് h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഹാഫ് സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 2:1, 1:2, 1:4, 1:1. എത്രയായിരിക്കും? റൈറ്റ് ആൻസർ എന്തായിരിക്കും? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1:1 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1:1 ആണ്. അടുത്ത ചോദ്യം 44-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ശുദ്ധജലം, വായു, സമുദ്രജലം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവയിലൂടെ പോകുന്ന ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പൊ നോക്കി എന്താണ്? ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് 2, 1, 3. ഓപ്ഷൻ ബി 1, 3, 2. ഓപ്ഷൻ സി 3, 1, 2. ഓപ്ഷൻ ഡി 2, 3, 1. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2, 1, 3. അതായത് വായു, ഓപ്ഷൻ എ ആണ് കേട്ടോ. 2, 1, 3 ആണ്. അതായത് വായു 1 എന്ന് പറയുമ്പോൾ ശുദ്ധജലം, 3 എന്ന് പറയുമ്പോൾ സമുദ്രജലം. വായു, ശുദ്ധജലം, സമുദ്രജലം. അടുത്ത 45-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നും അകലം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1.5%, ഓപ്ഷൻ ബി 2%, ഓപ്ഷൻ സി 10%, ഓപ്ഷൻ ഡി 1%. എത്രയാണ്? 1% ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1%. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം 46-ാമത്തെ
46-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 46-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തതാണ് ചോദ്യം കേട്ടോ. ശ്രദ്ധിക്കുക, അല്ലാത്തതാണ്. അത് നോക്കാം നമുക്ക്. NSM, NLCIL, NISC. രണ്ടാമത്തെയാണ് NLCIL ആണ്. ഓക്കെ. അടുത്തത് 47-ാമത്തെ ചോദ്യം. നമ്മൾ ചെറിയ സമയത്തിനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് നമ്മൾ സ്പീഡിൽ പോകുന്നത്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിന്റെ സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അമോണിയയാണ്. 48-ാമത്തെ, കെലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏത് ലോഹത്തിന്റെ അയിരാണ് കെലാമിൻ? എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്, ഓപ്ഷൻസിന്റെ ഒരു ആവശ്യമില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, സിങ്കിന്റെ. കെലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. ഓക്കെ. അലുമിനിയത്തിന്റെ ഏതാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും ആണ്. ബോക്സൈറ്റും ക്രയോലൈറ്റും ആണ് ഇതിന്റെ അലുമിനിയത്തിന്റെ. ചെമ്പിന്റെ മാലക്കൈറ്റ്, ചാൽക്കോ, പൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ് ഒക്കെയാണ് ചെമ്പിന്റെ വരിക. ഇരുമ്പിന്റെ ഏതാണ്? ഇരുമ്പിന്റെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റേഴ്സ്, സിഡറൈറ്റ് ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് കെലാമിനാണ്. കെലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് അല്ലെ. അടുത്ത ചോദ്യം 49-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കുറെ അധികം ശരികൾ കഴിഞ്ഞിട്ട് ഒരെണ്ണം തെറ്റ് വന്നിരിക്കുകയാണ്. ഓപ്ഷൻ എ, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ ബി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഓപ്ഷൻ സി, ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നോക്കിക്കുക, ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണോ ഹൈഡ്രജൻ? അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. സി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 50-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? മുംബൈ, ബാംഗ്ലൂർ, പൂനെ, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം അത് ബാംഗ്ലൂരാണ്. ഓക്കെ. 49-ാമത്തെ ചോദ്യത്തിലില്ലേ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തെറ്റാണെങ്കിൽ ബാക്കി 3 ശരിയാണെന്നുള്ള കാര്യം മറക്കരുത്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. അതുപോലെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രൈസൺ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഓക്കെ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം 51-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ മിഷൻ റോവർ? ഇതിൻ്റെ ഒരു ഓപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കറിയാലോ, പ്രഗ്യാനാണ് അല്ലേ. അടുത്ത ചോദ്യം 52-ാമത്തെ ചോദ്യം. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം അത് മിഴാവാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ്. മൃദംഗമല്ല, തബലയല്ല, വീണയല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിഴാവാണ്. ഓക്കെ. അടുത്ത ചോദ്യം 53-ാമത്തെ ചോദ്യം. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, CV രാമൻ പിള്ള. ഓപ്ഷൻ ബി, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഓക്കെ. അപ്പോൾ ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അടുത്ത ചോദ്യം 54-ാമത്തെ ചോദ്യം. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി അല്ലെ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ്? കഥകളി ആയിട്ടാണ്. ഓക്കെ. അടുത്ത ചോദ്യം 55-ാമത്തെ ചോദ്യം. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മ, റഫീഖ് അഹമ്മദ്, VM ഗിരിജ, മുരുകൻ കാട്ടകട. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 56-ാമത്തെ ചോദ്യം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ്? 1973 ആണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1973. 57-ാമത്തെ ചോദ്യം. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. ഓക്കെ. അപ്പോൾ 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ക്ലിയർ. അടുത്ത ചോദ്യം 58-ാമത്തെ ചോദ്യം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ ASനാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രിയ ASനാണ്. ഓക്കെ. അടുത്ത ചോദ്യം 59-ാമത്തെ ചോദ്യം. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും ഒരു അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്താണത്? ഫിഷിംഗ് ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അത് ഫിഷിംഗ് ആണ്. അടുത്ത ചോദ്യം 60-ാമത്തെ ചോദ്യം. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭവങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഏതാണ് അത്? റൂട്ടറാണ്. റൂട്ടർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, റൂട്ടർ അല്ലേ. ഓപ്ഷൻ എ നോക്കിയേ, ഫയർ വാൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രിഡ്ജ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹബ് എന്ന് കൊടുത്തിട്ടുണ്ട്, റൂട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൂട്ടറാണ്. ക്ലിയർ.
ഫിഷിംഗ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് പറയാൻ വിട്ടുപോയി. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ? മറ്റുള്ള യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏത് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മറന്നു പോയത്. അതുപോലെ തന്നെ അടുത്ത ചോദിക്കുന്ന ആൾക്കാർ നമുക്ക് 61ാമത്തെ ചോദ്യം. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഫോർ എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം. ഡാം ഒരു ഡാഷ് ആണ്, മാൽവെയർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യം. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? എന്താണത്? ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, മെഷീൻ ലേണിംഗ് അല്ല, വിർച്വൽ റിയാലിറ്റി അല്ല, അത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഏതാണ് ഉറപ്പു നൽകാത്തത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ചൂഷണത്തിനുള്ള അവകാശം എന്നുള്ളത് ഉറപ്പു നൽകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം 65ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ് പറ്റുക? മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ബി സംസ്ഥാന ഗവൺമെന്റ്, ഓപ്ഷൻ സി പ്രാദേശിക NGO, ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫീസർമാർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മജിസ്ട്രേറ്റ് ആണ്. 67ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഏതാണ്? എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയത് എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. 68ാമത്തെ ചോദ്യം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഏത് ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ് രേഖപ്പെടുത്തുന്നത്. 69ാമത്തെ ചോദ്യം. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും പോക്സോ നിയമപ്രകാരമാണ്. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും നമ്മൾ പോക്സോ നിയമപ്രകാരം കുട്ടിയാണ്. 70ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ബാക്കി 30 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. 70ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മയാണ്. ഓപ്ഷൻ ബി ജയന്തി പട്നായിക് എന്ന് കൊടുത്തിട്ടുണ്ട്, മമത ശർമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്, ലളിത കുമാരമംഗലം എന്ന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രേഖ ശർമ്മ. ഓക്കെ, അപ്പം നമ്മൾ 70 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്കിനി 30 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അയിരുകൾ അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അയിരുകളാണ് നമ്മൾ ലോഹങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയിരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, യുറേനിയം, പിച്ച് ബ്ലെൻഡ്, കെർണോട്ടൈറ്റ്, ടൈറ്റാനിയം എന്താണ്? ഇലമനൈറ്റ്, റൂട്ടൈൽ, മെർക്കുറി, സിന്നബാർ, സിങ്ക്. കണ്ടോ, കലാമിൻ എപ്പോഴും ചോദിക്കാറുണ്ട്. കലാമിൻ ഏതിൻ്റെ അയിരാണ് ചോദിക്കാറുണ്ട്? ഏതാണ്? സിങ്കിൻ്റെ അയിരാണ്, സിങ്ക് ബ്ലെൻഡ് എന്നും പറയാം കേട്ടോ. നിക്കൽ ഏതാണ്? പെൻലാൻഡൈറ്റ് ആണ്. തോറിയം മോണോസൈറ്റ് ആണ്. സോഡിയം റോക്ക് സോൾട്ട്, കല്ലുപ്പ് എന്നൊക്കെ പറയില്ലേ, റോക്ക് സോൾട്ട്. അതുപോലെ തന്നെ ചിലി സോൾട്ട് പീച്ചർ ബ്രാക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലുമിനിയം എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ്? സിങ്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അറിഞ്ഞു വെക്കുക, തെറ്റിക്കരുത്. അലുമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, യുറേനിയം, പിച്ച് ബ്ലെൻഡ്, കാർണോട്ടൈറ്റ്, ടൈറ്റാനിയം, ഇലമനൈറ്റ്, റൂട്ടൈൽ, മെർക്കുറി, സിന്നബാർ. അതുപോലെ തന്നെ സിങ്ക് കലാമിൻ ആണ്. നിക്കൽ പെൻലാൻഡൈറ്റ് ആണ്. അതുപോലെ തന്നെ തോറിയം മോണോസൈറ്റ് ആണ്. ഏതാണ്? കല്ലുപ്പ് എന്ന് പറയുന്നത്. റോക്ക് സോൾട്ട് ഏതാണ്? സോഡിയം ആണ്. അല്ലെങ്കിൽ ചിലി സോൾട്ട് പീച്ചർ അല്ലെങ്കിൽ ബൊറാക്സ് എന്നൊക്കെ പറയുന്നത് സോഡിയത്തിന്റെ അയിരാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇരുമ്പ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ് ഒക്കെ ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. ലെഡ്, കറുത്തീയം, ഗലീന, ലിതാർജ്, അതുപോലെ തന്നെ സെറൂസൈറ്റ് എല്ലാം ലെഡ് അല്ലെങ്കിൽ കറുത്തീയം എന്നതിൻ്റെ അയിരാണ്. ഓക്കെ, ചെമ്പ് ഏതാണ്? മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. അപ്പോൾ ഈ ചാൽക്കോ എന്ന് പറയുമ്പോൾ എന്താണ്? ചെമ്പിൻ്റെ അയിരുകളാണ് അല്ലേ. ഇരുമ്പ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. ലെഡ് എന്ന് പറയുമ്പോൾ ഗലീന, ലിതാർജ്, അതുപോലെ തന്നെ സെറൂസൈറ്റ് ആണ് വരുന്നത്. ചെമ്പ് ഏതാണ്? മാലക്കൈറ്റ്, ചാൽക്കോലൈറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കുപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. ഓക്കെ,
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം തന്നെയാണ് പദാർത്ഥങ്ങളും നിർമ്മാണ പ്രക്രിയയും എന്ന് പറയുന്നത്. അലുമിനിയം എന്താണ്, ഹോൾ ഹെറൗൾട്ട് പ്രക്രിയയാണ്. അമോണിയ ഹേബർ പ്രക്രിയയാണ്. ക്ലോറിൻ ഹേബർ പ്രോസസ്സ് അല്ലെ, ഡിക്കൻസ് പ്രക്രിയയാണ്. ഹലോജനുകൾ മെസ്സഞ്ചർ മെത്തേഡാണ്. മാഗ്നീഷ്യം എന്ന് പറയുന്നത് ഡൗ പ്രോസസ്സാണ്. നൈട്രിക് ആസിഡ് ഓസ്വാർഡ് പ്രക്രിയയാണ്. നൈട്രജൻ ഡ്യൂമാസ് പ്രക്രിയയാണ്. ഉത്കൃഷ്ട ലോഹങ്ങൾ എന്ന് പറയുന്നത് സയനൈഡ് പ്രോസസ്സാണ്. സോഡിയം ഡൗൺസ് പ്രോസസ്സാണ്. സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ്സ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ, കോണ്ടാക്ട് പ്രോസസ്സാണ്. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് സാൽവേ പ്രക്രിയയാണ്. സൾഫർ ഫ്രാഷ് പ്രക്രിയയാണ്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ ബേസിമർ പ്രോസസ്സാണ്. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏതെന്ന് പറയുന്നത് സയനൈഡ് പ്രക്രിയ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ് ചോദിക്കാറ്, സോഡിയം ഏതാണ്, ഡൗൺസ് പ്രക്രിയയാണ്. ഡൗൺസ് പ്രോസസ്സാണ്. കോണ്ടാക്ട് പ്രോസസ്സ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കോണ്ടാക്ട് പ്രോസസ്സ് ഏതിൻ്റെയാണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെയാണ്. അലുമിനിയത്തിൻ്റെ ഏതാണ്, ഹോൾ ഹെറൗൾട്ട് പ്രക്രിയയാണ്. അമോണിയയുടെ ഏതാണ്, ഹേബർ പ്രോസസ്സാണ്. അമോണിയ എപ്പോഴും ചോദിച്ചു കണ്ടുള്ള ഒരു സംഭവമാണ് ഹേബർ പ്രോസസ്സ് അല്ലെ, അമോണിയ ഹേബർ പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഏതാണ്, ബോഷ് പ്രക്രിയ ഏതാണ്, ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ, അമോണിയ, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ആണ് റാൻഡമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രക്രിയ 3 കേട്ടോ. അയിരികൾ ചോദിക്കുമ്പോൾ അതിൽ സിംഗം കലാമിനും ചോദിക്കുന്ന പോലെ തന്നെ ഇതും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 70 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി 30 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. 8 കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.